ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ലിവർ വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കടന്നാലോ. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സവാള ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ സവാള മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിത് ചേർത്തുന്നേ ഉള്ളൂ. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഏകദേശം വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലിവറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം ലിവറാണ് എടുത്തേക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. ലിവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ ലിവറൊക്കെ ഉള്ളിയും ആ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റെങ്കിലും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കരളിൽ നിന്നൊക്കെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാനിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. വെള്ളം ഊറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കരളൊക്കെ ഒന്ന് വെന്തോ ഇല്ലെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ. ഇതേ നമ്മുടെ കരളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവിയിലിരുന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 1/2 സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1/2 സ്പൂൺ കുരുമുളക് ചതച്ചതാണ് കേട്ടോ, പൊടിച്ചതല്ല, ഫൈനായിട്ടുള്ള പൊടിയല്ല, ചതച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് മല്ലിയില ഇടുന്നത് അത്ര ഇഷ്ടമായിരിക്കത്തില്ല. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ലിവർ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.